നമ്മുടെ സ്നേഹിതന്മാരിൽ ഒരാൾ ചോദിച്ചൊരു ചോദ്യം ഇങ്ങനെയാണ്: പുതിയ നിയമം ആരംഭിച്ചിട്ടും കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവറി കുരിശിലെ പ്രവർത്തികൾ പൂർത്തീകരിക്കപ്പെട്ടിട്ടും ക്രൂശിലൂടെ രക്ഷ സാധ്യമായിട്ടും യേശു ക്രിസ്തുവിന്റെ ശ്രേഷ്ഠ അപ്പോസ്തലന്മാരിൽ ഒരുവനായ പൗലോസ് മറ്റു അപ്പോസ്തലന്മാരും എന്തുകൊണ്ട് ന്യായപ്രമാണത്തിന്റെ ആചാരങ്ങളും ന്യായപ്രമാണത്തിൽ ഉണ്ടായിരുന്ന പഴയ ഉടമ്പടിയുടെ ആചാരങ്ങൾ അനുഷ്ഠിപ്പാനായി അവർ മുതിർന്നു? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം. കാരണം അപ്പോസ്തല പ്രവൃത്തിയിൽ അതിനെക്കുറിച്ചുള്ള ധാരാളമായിട്ടുള്ള തെളിവുകൾ ഉണ്ട്. കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിന് ശേഷം അപ്പോസ്തലനായ പൗലോസ് ഉൾപ്പെടെയുള്ള എല്ലാ അനുയായികളും പഴയ ഉടമ്പടികൾ ആചരിക്കുന്നതിൽ, ആ ആചാരങ്ങളിൽ പങ്കെടുക്കുന്നത് നമുക്ക് വ്യക്തമായ ബൈബിൾ തെളിവുകളുണ്ട്. ആലയത്തിൽ പോവുക, യഹൂദന്മാരുടെ ഉത്സവങ്ങൾ ആചരിക്കുക, നാസർ വ്രതത്തിന്റെ നസറൈറ്റ് നേർച്ചകൾ നിവർത്തിക്കുക, സർക്കംസിഷൻ ചെയ്യുക. അപ്പോസ്തലനായ പൗലോസ് തിമത്തിയോസിനെ പരിച്ഛേദന ഏൽപ്പിക്കുന്നു. ഇങ്ങനെയുള്ള ഒറ്റനോട്ടത്തിൽ പരസ്പര വിരുദ്ധമായി തോന്നുന്ന പല കാര്യങ്ങൾ അപ്പോസ്തലന്മാര് ഈ സമയത്ത് ചെയ്തതായിട്ട് കാണാൻ പറ്റും. വളരെ ശ്രദ്ധയോടെ കേൾക്കണം. അപ്പൊ പഴയ ന്യായപ്രമാണം, പഴയ ഉടമ്പടി കുരിശിൽ പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ലേ? ചോദ്യം. അപ്പൊ പഴയ നിയമം കാൽവറി കുരിശിൽ പൂർണ്ണമായി എന്നാണ് ബഹുഭൂരിപക്ഷം ആളുകളും വിശ്വസിക്കുന്നത്. ഞാനൊരു കാര്യം പറയാം, പഴയ നിയമം കാൽവറി കുരിശിൽ പൂർണ്ണം ആയില്ല. അപ്പൊ ടെറ്റലസ്റ്റായി, സകലതും നിവർത്തിയായി എന്ന് പറയുന്നത് ഒരിക്കലും ന്യായപ്രമാണവും പ്രവാചകന്മാരും പൂർണ്ണമായി നിവർത്തിയായി എന്നല്ല യേശു ക്രിസ്തു ക്രൂശിൽ വെച്ച് പറഞ്ഞത്. ഞാനൊരു തിരുത്ത് ഈ സമയത്ത് ആഗ്രഹിക്കുന്നത്, ദൈവകൃപയുടെ ന്യൂ കവനന്റ് റെവലേഷൻസ് പ്രസംഗിക്കുന്നവർ തുടങ്ങിയ സമയത്ത് ഞങ്ങളും ടെറ്റലസ്റ്റായി എന്ന വാക്ക് ന്യായപ്രമാണം പൂർണ്ണമായി കുരിശിൽ നിവർത്തിയായി എന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ ഇത് കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കത് ഓർമ്മയുണ്ടെങ്കിൽ ശരി, ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. ഞാൻ റിപ്പൻഡ് ചെയ്യുന്നു, ഐ എം കമ്മിങ് ബാക്ക്. കുരിശിൽ വെച്ച് ന്യായപ്രമാണവും പ്രവാചകവും പൂർണ്ണമായി നിവർത്തിക്കപ്പെട്ടിട്ടില്ല. എന്താണ് കുരിശിൽ വെച്ച് നിവൃത്തിയായെന്ന് ചോദിച്ചാൽ ഒരൊറ്റ വാക്കിൽ അതിന് മറുപടി: പിതാവേ, നീ ഹനനയാഗം ഇഷ്ടപ്പെട്ടില്ല, ഹോമയാഗം ഇഷ്ടപ്പെട്ടില്ല, ഒരു ശരീരം എനിക്കായിട്ട് ഒരുക്കിയിരിക്കുന്നു. നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. ഗെത്സമനായിൽ വെച്ച് മിശിഹാ തമ്പുരാന്റെ പ്രാർത്ഥന എങ്ങനെയാണ്? പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രമെങ്കിൽ നിന്ന് നീക്കണം, എങ്കിലും എന്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം നിറവേറണം. 100% ഞാൻ വിശ്വസിക്കുന്നു. കാൽവറി കുരിശിൽ ടെറ്റലസ്റ്റായി എന്ന് യേശു ക്രിസ്തു പറഞ്ഞത് അടുത്ത പിതാവിന്റെ ഇഷ്ടം പൂർണ്ണമായി നിവർത്തിച്ചിരിക്കുന്നു എന്നാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇറ്റ് ഇസ് നോട്ട് അബൌട്ട് ദ ടോട്ടൽ ഫുൾഫിൽമെന്റ് ഓഫ് ദ ലോ ആൻഡ് പ്രോഫറ്റ്സ്. അപ്പൊ പിന്നെ എന്തുകൊണ്ടായിരിക്കാം അപ്പോസ്തലന്മാർ ഈ ഉത്സവങ്ങളിൽ പങ്കെടുത്തത്? കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണം AD 30 സംഭവിക്കുന്നു. AD 70 ദേവാലയത്തിന്റെ നാശം സംഭവിക്കുന്നു. വളരെ ശ്രദ്ധിച്ചു കേൾക്കണം. നിങ്ങൾ വേദവസ്തം പഠിക്കാൻ ആഗ്രഹിക്കുന്നവരെങ്കിൽ ശ്രദ്ധിച്ചു കേൾക്കൂ. AD 30 AD 70 ഇടയിലുള്ള 40 വർഷത്തെ നമുക്കിങ്ങനെ വിളിക്കാൻ പറ്റും: പരിവർത്തന കാലഘട്ടം, അല്ലെങ്കിൽ ട്രാൻസിഷൻ പീരീഡ്, അല്ലെങ്കിൽ സംക്രമണ കാലം എന്ന് പറയാൻ പറ്റും. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞ ദിസ് ഈസ് എ ഓവർലാപ്പിംഗ് എറ. വിശുദ്ധ ബൈബിൾ നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ, നിങ്ങൾക്ക് കൃത്യമായ നിലയിൽ വേദപുസ്തകം വ്യാഖ്യാനിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഞാൻ ഈ പറയുന്ന വീഡിയോ കേൾക്കുക, മെസ്സേജ് കേൾക്കുക, പൂർണ്ണമായിട്ട് കേൾക്കുക. ഈ ഒരൊറ്റ കാര്യം നിങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾ ലജ്ജിക്കപ്പെടാതെ, പൗലോസിന്റെ ഭാഷ പറഞ്ഞാൽ ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി സത്യവചനത്തെ കൃത്യമായി ഡിവൈഡ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. നമ്മുടെ ഇവിടെ കാക്കത്തോളായിരം ഉപദേശം വരാൻ കാരണം ഈ ഒരൊറ്റ പ്രധാന കാര്യം ആളുകൾ മറന്നുപോകുന്നത്. എന്തോന്നറിയാമോ? അത് ഈ 2 വർഷം, അതായത് യേശുക്രിസ്തുവിന്റെ സ്വർഗാരോഹണത്തിനും അല്ലെങ്കിൽ കുരിശിനും ദേവാലയ നാശത്തിനും ഇടയിലുള്ള ഈ 40 വർഷത്തിനിടയിൽ ഒരു സംക്രമണ കാലമായിരുന്നു, ഒരു പരിവർത്തന കാലമായിരുന്നു. ആ സമയത്തെക്കുറിച്ചാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞത്: പുനർജനനത്തിൽ നിങ്ങൾ 12 ഗോത്രങ്ങളെ ന്യായം വിധിക്കും. പുനർജനനത്തിൽ
പരിവർത്തനകാലം, ഗുണീകരണകാലം, ടൈം ഓഫ് റിഫോർമേഷൻ ഓർ ട്രാൻസ്ഫോർമേഷൻ. ഇങ്ങനെയുള്ള ഒത്തിരി പദങ്ങൾ നമുക്ക് ബൈബിളിൽ കാണാൻ പറ്റും. സോ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് പരിവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടം. ഇതിന് ഞാൻ മറ്റൊരു ഇംഗ്ലീഷിൽ പറഞ്ഞ ഓവർലാപ്പിംഗ് എറ. സത്യം പറഞ്ഞ ഒരു ടെൻസ്ഡ് ആയിട്ടുള്ള രണ്ട് ഉടമ്പടികളുടെ ഒരു പിരിമുറുക്കത്തിന്റെ കാലഘട്ടമാണ് അപ്പോസ്തോലിക കാലഘട്ടം. പുനരുത്ഥാനം മുതൽ യെരൂശലേമിന്റെ നാശം വരെ രണ്ട് യുഗങ്ങൾ ഓവർലാപ്പ് ചെയ്യുകയാണ്. അപ്പം പഴയ നിയമം എന്ന ന്യായപ്രമാണം എന്ന യുഗവും ക്രിസ്തുവിന്റെ ന്യൂ കവനന്റ് യുഗവും തമ്മിലുള്ള ഓവർലാപ്പിംഗ് ആണ് ഈ 40 വർഷത്തിൽ നമുക്ക് കാണാൻ പറ്റും. എബ്രായ ലേഖനം 8-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം അനുസരിച്ച്, അതെ, പഴയ നിയമം എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? നീക്കം വന്നുകൊണ്ടിരിക്കുന്നു. അപ്പം മങ്ങിക്കൊണ്ടിരിക്കുന്ന, ഫെയ്ഡ് അവേ ആയിക്കൊണ്ടിരിക്കുന്ന പഴയ നിയമ ഉടമ്പടി ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. പൂർണ്ണമായ കൺസ്യൂമേഷനിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന പുതിയ നിയമവും 2 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം. ദ്രവിച്ചതും, ഞാൻ ആ വാക്യം വായിക്കും, ചില സമയത്ത് ആ വാക്യം ഓർമ്മ വരും. 8-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം. പഴയത്, എന്നാൽ പഴയതാകുന്നതും ജീർണിക്കുന്നതും എല്ലാം നീങ്ങിപ്പോകുവാൻ അടുത്തിരിക്കുന്നു. ഈ വാക്യത്തിന്റെ അർത്ഥം ഒന്നും അറിയാം? പൗലോസ് ഇത് എഴുതുന്ന സമയത്ത് ന്യായപ്രമാണം പൂർണ്ണമായിട്ട് നീങ്ങിപ്പോയിട്ടില്ല. അത് പഴയതായി, ജീർണിച്ചതായി, ഒബ്സിലിയേറ്റഡ് ആയി. ഇറ്റ് വാസ്, എന്തോ പറയുന്നത്, ഇറ്റ് ഇസ് ഗോയിങ് ടു ബി ഒബ്സിലിയേറ്റഡ്. ഒബ്സിലിയേറ്റഡ് മീൻസ് എന്താണ്? നീങ്ങിപ്പോകാൻ അടുത്ത്. ഇപ്പം ഓൾഡ് കവനന്റ് ഇങ്ങനെ ഫെയ്ഡ് അവേ ആയിക്കൊണ്ടിരിക്കുന്നു. ന്യൂ കവനന്റ് അതിന്റെ പൂർവാധിക ശക്തിയോടുകൂടെ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. ഈ രണ്ട് കാലഘട്ടത്തിന്റെ ഇടയിലാണ് ബൈബിളിലെ മുഴുവൻ വാക്യങ്ങളും രചിച്ചത്, മുഴുവൻ ലേഖനങ്ങളും രചിച്ചത്. ഇത് മറക്കരുത്. അപ്പൊ അപ്പോസ്തലന്മാർ, പ്രത്യേകിച്ച് പൗലോസ്, ഈ അതുല്യമായ സമയജാലകത്തിലാണ് ജീവിച്ചത്. അദ്ദേഹത്തിന്റെ എഴുത്തുകളിൽ മുഴുവൻ ഈ ഓവർലാപ്പിംഗ് കാണാൻ പറ്റും. ഓൾഡ് കവനന്റ് ഈസ് ഫേഡിങ് അവേ, ദ ന്യൂ കവനന്റ് ഈസ് കമ്മിങ് ടു സ്ട്രെങ്ത്. ദർ ഇസ് എ ടെൻസ്ഡ് ബിറ്റ്വീൻ ദീസ് ടു. എന്ന് പറയാൻ പറ്റുന്നത്, രണ്ട് ഓവർലാപ്പിങ്ങിനിടയിലുണ്ട് എന്തുകൊണ്ട് ഒരു ടെൻഷൻ നമുക്ക് എപ്പോഴും കാണാനായിട്ട് പറ്റും. എഴുത്തുകളിൽ നിങ്ങൾക്ക് അത് ശ്രദ്ധിക്കാൻ പറ്റും. ഈ ടെൻഷനിൽ നിന്നാണ് നമ്മുടെ അച്ചാച്ചന്മാര്, ബെറതറാൻകാരായാലും അച്ചാച്ചന്മാരില് രക്ഷിക്കപ്പെടുന്നു, പെടും. ഈ സംഭവമൊക്കെ വന്നെന്നോട് അറിയാമോ? ഈ അച്ചായന്മാർക്ക് ഇന്ന് വരെ മനസ്സിലായിട്ടില്ല ഈ സംഭവം, ഈ രണ്ട് ഓവർലാപ്പിംഗ്. ഈ പരിവർത്തന കാലം, രക്ഷിക്കപ്പെട്ടോ, പെട്ടോണ്ടിരിക്കുന്നു, പെടും. രക്ഷ നഷ്ടപ്പെടത്തില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ 5000 ആശയങ്ങൾ വരുന്നതിന്റെ കാരണം? എന്താ ഇത് കൃത്യമായ നിലനിൽപ്പില്ലാതെ പറ്റിയത്? കാൽവിൻ അത് പറയുന്നു, അർമേനിയൻ ഇത് പറയുന്നു, പെനിക്കോസ്റ്റൽസ് അത് പറയുന്നു, ബ്രദറൻകാരൻ ഇത് പറയുന്നു, ബാപ്റ്റിസ്റ്റുകാർ അത് പറയുന്നു, ഇൻഡിപെൻഡന്റ് ബാപ്റ്റിസ്റ്റുകാർ വേറൊന്ന് പറയുന്നു. കാക്കത്തൊള്ളായിരം ഉപദേശം എന്നറിയാമോ? ശ്രദ്ധിച്ചിട്ടില്ല ഈ വിഷയം. പരിവർത്തന കാലം ശ്രദ്ധിക്കും. ഞാൻ സ്പീഡായിട്ട് പോയിട്ട്, എനിക്കിപ്പം എൻ്റെ ഈ വീഡിയോ ആവശ്യമുള്ളവർ കേട്ടാൽ മതി കേട്ടോ. അതായത് ഇപ്പം എനിക്ക് കുറച്ച് ലൈക്കും കുറച്ച് വ്യൂവേഴ്സും കൂട്ടിയിടുന്ന ഒരു കഥയൊന്നുമില്ല. ഈ മെസ്സേജ് കേൾക്കുക. അതുകൊണ്ട് ഞാൻ ഇച്ചിരി സമയം എടുത്ത് പറയാൻ. രണ്ട് യുഗങ്ങളുടെ, രണ്ട് കാലങ്ങളുടെ ഓവർലാപ്പിംഗ് നമുക്ക് ഈ രണ്ട് എന്ത് പറയുന്നത്, രണ്ട് പ്രത്യേക യുഗങ്ങളുടെ ആ ടൈമിലാണ് അപ്പോസ്തലനായ പൗലോസ് ജീവിച്ചത്. നമുക്കറിയാം, കുരിശിൽ വെച്ച് യേശുക്രിസ്തുവിന്റെ പുതിയ നിയമത്തിന്റെ ഉടമ്പടി ഉറപ്പിക്കപ്പെട്ടു കുരിശിൽ. എന്നാൽ പഴയ നിയമത്തിന്റെ ദൃശ്യമായി അതിനെ ഒന്ന് ഫിസിക്കലി അതിനെ ഡെമോളിഷ് ചെയ്യാനുള്ള സമയം AD 70 വരെ ദൈവം കൊടുത്തിരുന്നു. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മുടെ ആളുകളെല്ലാം പറയാറില്ലേ, കൃപയുടെ വാതിൽ പൂട്ടാറായി, കൃപയുടെ വാതിൽ അടയാൻ പോകുന്നു. നമ്മുടെ കൺവെൻഷൻ വേദികളിൽ സ്ഥിരമാണ്. 99% of the preachers are preaching like this. You know what is that? കൃപയുടെ വാതിൽ പൂട്ടാൻ പോകും. എന്തോ ഈ കൃപയുടെ വാതിൽ? ഏത് കാലഘട്ടത്തിനാ കൃപയുടെ കാലം എന്ന് പറഞ്ഞറിയാം? കർത്താവായ യേശു ക്രിസ്തു സ്വന്തം ജനത്തിലേക്ക് വന്ന് സ്വന്തമായവർ കൈക്കൊണ്ടില്ല എന്ന് പറഞ്ഞാൽ, ക്രിസ്തു തന്റെ സ്വജനത്താൽ പീഡിപ്പിക്കപ്പെടുകയും മരണത്തിന് ഏൽപ്പിക്കപ്പെടുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞ, അവിശ്വാസത്താൽ ഒടിഞ്ഞുപോയ കൊമ്പുകൾക്ക് മാനസാന്തരപ്പെടുവാൻ, മടങ്ങി വരുവാൻ, തങ്ങളുടെ രക്ഷയെ വീണ്ടും ഉറപ്പിക്കാൻ, ദൈവം അവർക്ക് വേണ്ടി മിശിഹായിലൂടെ ഒരുക്കി വെച്ചിരിക്കുന്ന രക്ഷാപദ്ധതിയെ പ്രാപിക്കാൻ അവർക്ക് അവസരമുണ്ട്. ഈ അവസരങ്ങൾ
മുതലെടുക്കാൻ വേണ്ടി, അതിനെ സ്വീകരിക്കാൻ വേണ്ടി മഹാദൈവം എന്ത് ചെയ്യുന്നറിയാമോ? അവർക്ക് ഒരു ചെറിയ കാലഘട്ടം, ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നു, അതിന്റെ നാശം വരെയുള്ള കാലഘട്ടം, യെരൂശലേമിന്റെ നാശം വരെ, യഹൂദന് വരാൻ പോകുന്ന ന്യായവിധിയുടെ കാലം വരെ, മഹോപദ്രവകാലം വരെ. മഹോപദ്രവകാലം എന്ന് പറയുന്നത് നമ്മുടെ ഫ്യൂച്ചർ അല്ല കേട്ടോ. ഒരു ജാതി ഉണ്ടായത് മുതൽ ഇതുവരെ സംഭവിക്കാത്ത മഹാകഷ്ടം അന്നുണ്ടാകും എന്ന് മിശിഹാ തമ്പുരാൻ 24-ാം അധ്യായം മത്തായിൽ പറഞ്ഞത്. ശൂന്യമാക്കി നമ്മളെ അയച്ചതാ വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്ന കാണുമ്പോൾ യെരൂശലേമിനെ കുറിച്ചായിരുന്നു, AD 70 കുറിച്ച്. അതിനെക്കുറിച്ച് തന്നെയാ ദാനിയേൽ പ്രവാചകൻ 12-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിലും പ്രവചിച്ചത്. സെയിം മഹോപദ്രവകാലം. നമ്മുടെ ഫ്യൂച്ചറിലല്ല, നമ്മുടെ പാസ്റ്റിലാണ്. സോ ആ കാലഘട്ടത്തിൽ ശ്രദ്ധിച്ചു കേൾക്കണമേ, ഇത് രണ്ടിന്റെയും ഇടയിലുള്ള ഒരു കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിലാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദൈവികമായ പ്രോഗ്രാം നടക്കുന്നു. മാത്രമല്ല എന്തുവാ, പഴയ നിയമം നീങ്ങിപ്പോകാൻ പോകുന്നു, പുതിയ നിയമം അതിന്റെ പൂർണ്ണതയിലേക്ക് വരുന്നു. ഇപ്പൊ യെരൂശലേമിന്റെ ന്യായവിധിക്ക് തൊട്ട് മുമ്പുള്ള ഈ കാലഘട്ടത്തിൽ ദൈവം അവർക്ക് രക്ഷപ്പെടുവാനുള്ള ഒരു സമയം കൊടുത്തു. ആ സമയത്തെ നമ്മൾ ഇങ്ങനെ പറയുന്നത് കൃപയുടെ കാലം. അതായത് ഒന്നുകൂടെ പറയാം, നമുക്കറിയാം കൃപയുടെ വാതിൽ പൂട്ടുന്നു എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? അതെ, നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രന്റെ വരവിൽ സംഭവിക്കുന്നല്ലേ? മനുഷ്യപുത്രന്റെ വരവ് ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞു. നിങ്ങൾ ഞാനും ഇനി ഈ പ്രസംഗകാര്യം പറയുന്ന പോലല്ല, യേശു വരുന്നു എന്ന് പറയുന്ന പോലല്ല. യേശു ക്രിസ്തു എന്ന മനുഷ്യപുത്രന്റെ വരവ് സംഭവിച്ചു കഴിഞ്ഞു. നോഹയുടെ കാലത്ത് എന്താ സംഭവിച്ചത്? നോഹ ഉണ്ടാക്കിയ പെട്ടകത്തിനകത്ത് പ്രവേശിച്ചവർ രക്ഷപ്പെട്ടു, പ്രവേശിക്കാത്തവർ വെള്ളത്തിൽ മുങ്ങിച്ചെത്തു. മിശിഹായുടെ വരവിൽ അങ്ങനെയാണോ സംഭവിക്കുന്നത്? യേശു ക്രിസ്തു തന്റെ സഭയെ ചേർക്കാൻ വരുമ്പോൾ ഉടനെ ഇവിടെ എല്ലാം മുങ്ങിച്ചാവുകയാണോ, അല്ലെ തീ കൊണ്ടങ്ങ് കത്തിച്ചാവുകയാണോ? അങ്ങനൊന്നും അല്ലല്ലോ. അങ്ങനെ എവിടെയാണ് എഴുതിയത് വേദപുസ്തകത്തിൽ? യഥാർത്ഥത്തിൽ നോഹയുടെ കാലം പോലുള്ള മനുഷ്യപുത്രന്റെ വരവ് AD 70 സംഭവിച്ചു കഴിഞ്ഞു. യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുന്നവർ മലകളിലേക്ക് ഓടിപ്പോയി, പെല്ലാ കൊടുമുടിയിലേക്ക് ഓടിപ്പോയി രക്ഷപ്പെട്ടു. ഒരു ക്രിസ്ത്യാനി പോലും കൊല്ലപ്പെട്ടില്ല. എന്നാൽ 11 ലക്ഷം യഹൂദന്മാർ കൊല്ലപ്പെട്ടു. 90,000 യഹൂദന്മാർ അതേ അടിമച്ചന്തയിൽ വിൽക്കപ്പെട്ടു. ബാക്കിയുള്ളവർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ചിതറപ്പെട്ടു. ഇതെല്ലാം സംഭവിച്ചു. 30-നും 70-നും നടുവിൽ, അതായത് യേശുവിനെ ക്രൂശിച്ചിട്ടും ഉപദ്രവിച്ചിട്ടും തള്ളിക്കളഞ്ഞിട്ടും കൈവിടാതെ വാതിൽ തുറന്നിട്ട് അപ്പോസ്തലന്മാരിലൂടെ സുവിശേഷത്തിന്റെ വാതിലും തുറന്നിട്ടിട്ട് ദൈവം ആ നാശം വരെ ജനത്തിന് കൊടുത്ത കാലഘട്ടത്തിന്റെ പേരാണ് ഗ്രേസ് പീരീഡ്. ഗ്രേസ് മാർക്ക് എന്ന് പറഞ്ഞാൽ അറിയത്തില്ലേ? 210 മാർക്ക് വാങ്ങിച്ച് ജയിച്ച കാലം പണ്ടുണ്ട്. 190 മാർക്കുള്ള ഒരുത്തന്നെ 30 മാർക്ക് കൂടെ ഇട്ടുകൊടുത്ത് ഗ്രേസ് മാർക്കിൽ ജയിപ്പിച്ചൊരു കാലഘട്ടം ഞങ്ങൾ പഠിച്ച കാലത്തുണ്ടായിരുന്നു. അതാണ് ഗ്രേസ്. അല്ലാതെ നിങ്ങളും ഞാനും ജീവിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിന്റെ പേര് കൃപയുടെ കാലം എന്നല്ല. ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നത്, ദിസ് ഇസ് നോട്ട് ദ ടൈം ഓഫ് ഗ്രേസ്. ഗ്രേസ് ഈസ് ദെയർ, ഗോഡ്സ് ലവ്. മോർ ദാൻ ദാറ്റ്, ദിസ് ഈസ് ദ ടൈം ഓഫ് അഗാപ്പെ ലവ്. പിതാവ് പുത്ര പരിശുദ്ധ റൂഹ ത്രിയേക ദൈവത്തിന് നടുവിൽ അവിടുത്തെ സ്നേഹവായ്പ നുകരുന്ന, ദൈവത്തിന്റെ സ്നേഹവും വാത്സല്യവും അനുഭവിക്കുന്നു, കൃപയുടെ അത്യന്തധനം അനുഭവിക്കുന്നു ക്രിസ്തുവിന്റെ കാലത്താണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. ദിസ് ഇസ് ഇത് കൃപയുടെ ഏതോ പൂട്ടാൻ പോകുന്നു പേടിപ്പിക്കല്ലേ. ഒന്നും പൂട്ടാൻ പോകുന്നില്ല. കുറച്ചു നേരം നിങ്ങളുടെ വായൊന്ന് പൂട്ടാമെങ്കിൽ ദൈവം തന്റെ സ്നേഹത്തിന്റെ വായൊന്ന് തുറന്ന് ഈ പാവം ജനത്തെ ഒന്ന് ആശ്വസിപ്പിച്ചോട്ടെ. നിങ്ങളുടെ അടിമനുഖത്തിൽ കിടക്കുന്ന, നിങ്ങളുടെ ഭീഷണിയിൽ കിടക്കുന്ന, നിങ്ങൾ പറയുന്ന ഭീഷണി വാക്കുകളുടെ മുമ്പിൽ വിറച്ചോണ്ടിരിക്കുന്ന ഈ സാധുക്കളായ ജനങ്ങൾ ആ ദേവാദി ദൈവത്തിന്റെ സ്നേഹത്തിന്റെ തലോടൽ ഒന്ന് അനുഭവിച്ചോട്ടെ. സ്നേഹിക്കുന്ന അപ്പന്റെ ആ മാറോടൊന്ന് കുറച്ചു നേരം ഒന്ന് ചാഞ്ഞിരുന്ന് ആ സ്നേഹം ഒന്ന് നുറന്നോട്ടെ. നിങ്ങൾ കുറച്ചു നേരത്തേക്ക് നരകത്തിന്റെ അഗ്നിയെ പുറപ്പെടുവിക്കുന്ന ആ വായൊന്ന് അടക്കി. പ്ലീസ് ലെറ്റ് ദ പീപ്പിൾ സീ ദ ലവ് ഓഫ് ഗോഡ്. ഞാൻ ആ ഭാഗം വിടുക. ഈ രണ്ട് കാലഘട്ടത്തിനിടയിലുള്ള സമയമാണ്. അവിടെ ദേവാലയമുണ്ട്, പൗരോഹിത്യമുണ്ട്, യാഗങ്ങളുണ്ട്, ന്യായപ്രമാണമുണ്ട്, പ്രവാചക എല്ലാം ഉണ്ട്. അപ്പൊ ന്യായപ്രമാണമുണ്ട്, ദേവാലയമുണ്ട്, ന്യായപ്രമാണമുണ്ട്, പുരോഹിതനുണ്ട്, ആചാരങ്ങളുണ്ട്, ഉത്സവങ്ങളുണ്ട്. 4 ഉത്സവങ്ങൾ മാത്രമേ ഫുൾഫിൽ ആയിട്ട്, ഇനി 3 ഉത്സവങ്ങൾ ഫുൾഫില്ലാകാനുണ്ട്. ഫുൾഫില്ലായ ഉത്സവങ്ങൾ അവർ നടത്തുന്നുണ്ട്. കാരണം ഇതെല്ലാം ഒരേ പാക്കേജിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആത്മീകമായ വിഷയത്തിൽ ഇത് കാലഹരണപ്പെട്ടതാണെങ്കിൽ, അതായത് 3 ഉത്സവങ്ങൾ ഇനിയും കാലഹരണപ്പെട്ടിട്ടില്ല. കാഹളധ്വനി പെരുന്നാൾ, മഹാപാപ പരിഹാര ദിവസം, കൂടാര പെരുന്നാൾ. ഈ 3 ഉത്സവങ്ങൾ കാലഹരണപ്പെട്ടിട്ടില്ല. കാരണം അത് ഫുൾഫിൽ ആയേ പറ്റത്തുള്ളൂ. അത് സെക്കൻഡ് കമ്മിങ്ങിൽ ന്യായപ്രമാണത്തിന്റെ കീഴിൽ, പൗരോഹിത്യത്തിന്റെ കീഴിൽ പൂർത്തിയാകേണ്ടതാണ്. മനസ്സിലാക്കുക. അതായത് നമ്മുടെ ഏതോ കാലഘട്ടത്തിൽ ഇനിയൊരു പുതിയ പള്ളി ഉണ്ടാക്കി അവിടെ പുരോഹിതന്മാർ വന്നിരുന്ന് അവിടെ ആടിനെ അറുത്ത് അവിടെ യാഗം ഉണ്ടെന്നൊക്കെ പഠിപ്പിക്കുന്ന പുള്ളികളുണ്ട്. കഷ്ടം എന്നല്ലാതെ വേറൊന്നും പറയാനില്ല. അപ്പം ഇനി കാലഹരണപ്പെട്ടു പോയ പ്രമാണങ്ങളെല്ലാം ഉണ്ടെങ്കിൽ പോലും അത് തുടർന്ന് നിൽക്കുക. കാരണം AD 70 വരെ, അത് ഡെമോളിഷ് ആകുന്നത് വരെ
നല്ലത് തന്നെ ആകണം. ഇനി അപ്പോൾ ഈ ഓവർലാപ്പിനിടയിൽ അപ്പോസ്തലന്മാർ എന്താണ് ചെയ്തത്? സത്യം പറഞ്ഞ അവർ ഈ ടെൻസ്ഡ് ആയിട്ടുള്ള ഈ റോപ്പിന്റെ മുകളിൽ കൂടെ അവർ നടക്കുമായിരുന്നു. ഞാൻ അങ്ങനെ വിചാരിക്കും. അങ്ങോട്ടും പോകാൻ പറ്റത്തില്ല, ഇങ്ങോട്ടും ഒരു ആ ടൈറ്റ് റോപ്പിന്റെ നടുവിലൂടെ അവരിങ്ങനെ നടക്കുക. And they were proclaiming the new covenant. എന്നൂടെ പറഞ്ഞു കഴിഞ്ഞാൽ പഴയ ഉടമ്പടിയുടെ പുറന്തോടിനുള്ളിൽ ഇത് വളരെ ശ്രദ്ധിക്കണം. പ്രവർത്തിക്കുമ്പോൾ തന്നെ അവർ എത്തിച്ചേരാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് വേണ്ടി, അല്ലെങ്കിൽ അവർക്ക് ഏൽപ്പിച്ച ദൗത്യപ്രകാരം അവർ എത്തിക്കേണ്ട ഇടങ്ങളിൽ എത്തേണ്ടതിന് വേണ്ടി പുതിയ ഉടമ്പടിയെ പ്രഖ്യാപിച്ചു. എന്ന് പറഞ്ഞാൽ പഴയ ഉടമ്പടിയുടെ പുറന്തോടിനുള്ളിൽ നിന്നുകൊണ്ട് പുതിയ ഉടമ്പടിയുടെ സന്ദേശം പ്രസംഗിച്ച കാലഘട്ടമാണ് ഈ ട്രാൻസിഷൻ പീരീഡ്. കാരണം എന്താണെന്നറിയാമോ? അപ്പോസ്തലപ്രവൃത്തി 1:46 നോക്കി. പെന്തിക്കോസ്തിൽ നിന്ന് 3000 പേർ സ്നാനപ്പെട്ടിട്ട് പറയാം, അവർ ദിനം തോറും ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥന കഴിച്ചു. ഭവനങ്ങളിൽ അപ്പം നുറുക്കാൻ കൂടും, ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥന കഴിക്കും. അപ്പൊ ദിവസം തോറും ദേവാലയത്തിൽ ഏക മനസ്സോടും. അപ്പം ദേവാലയം ദൈവത്തിന്റെ ആലയം ആരംഭിച്ചു. പെന്തിക്കോസ്തിൽ നിന്ന് പുതിയൊരാലയം, ആത്മീയ ഗ്രഹം ആരംഭിച്ചെങ്കിലും പഴയ പുറന്തോടിനകത്ത് കയറിയിരുന്നവര് പ്രാർത്ഥിക്കുന്നത്. പെന്തക്കോസ്തിലും പരിശുദ്ധാത്മാവിന്റെ ഒഴുക്കിനു ശേഷവും ആദ്യകാല വിശ്വാസികൾ ദേവാലയം ഉപേക്ഷിച്ചില്ല. എന്തുകൊണ്ടാണ്? കാരണം അവരിൽ പലരും ഇപ്പോഴും ഭക്തരായ യഹൂദന്മാർ തന്നെയാണ്. ദേവാലയം ആരാധനയുടെ കേന്ദ്രമായി നിലനിൽക്കുന്നിടത്തോളം കാലം ഇവരുടെ ഭക്തിയാൽ അവർ ആലയങ്ങളിൽ പോകുന്നത് പതിവാണ്. എന്നാൽ ദേവാലയത്തിന്റെ പൊരുളായ ക്രിസ്തു വന്നിട്ടും, ഈ മന്ദിരം പൊളിപ്പിൽ 3 ദിവസം കൊണ്ട് ഞാൻ പണിയാമെന്ന് പറഞ്ഞ ദേവാലയത്തിന്റെ പൊരുളായ ക്രിസ്തു വന്നിട്ടും പഴയ വ്യവസ്ഥിതിയുടെ ഘടന ഇതുവരെ ഇല്ലാതായിട്ടില്ലെന്ന് മനസ്സിലായി. അതായത് പഴയത് മാറിപ്പോയിട്ടില്ലെന്നും കർത്താവ് ഇവൻ വന്നിട്ടും പഴയത് നീങ്ങിപ്പോകുന്നതേ ഉള്ളൂ എന്നും അവർക്ക് കൃത്യമായി മനസ്സിലാക്കി. ദേവാലയത്തിൽ അവരുടെ സാന്നിധ്യം അടിമത്തത്തിലേക്കുള്ള ഒരു തിരിച്ചുവരവല്ലായിരുന്നു. അവർ പള്ളിയിൽ ആരാധിക്കാൻ പോയത് വീണ്ടും യഹൂദ മതത്തിന്റെ നുകത്തിന്റെ കീഴിൽ പോയി അടിമപ്പെടുകയായിരുന്നില്ല, മറിച്ച് ഒരു നയതന്ത്രപരമായ നീക്കമാണ്. ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കണം. ഇത് നിങ്ങൾക്ക് അപ്പോസ്തലപ്രവൃത്തി മൊത്തം കാണാം. അപ്പോസ്തലപ്രവൃത്തിയെ കുറിച്ചുള്ള കൃത്യമായ വ്യാഖ്യാനങ്ങളാണ് വെളി വരണം. തന്ത്രമായ നീക്കം. ന്യായവിധിക്ക് വെച്ചിരിക്കുന്ന വ്യവസ്ഥിതിയിൽ, അതായത് ആ ദേവാലയത്തിനകത്ത് അവർ പോകുമ്പോൾ ആ ദേവാലയം കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ പൊളിഞ്ഞു പോകുവാൻ ന്യായവിധിക്ക് വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന ആ വ്യവസ്ഥിതിയിൽ അവർ യേശുക്രിസ്തുവിന്റെ സാക്ഷിയാകുമായിരുന്നു. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. പൊളിയാൻ പോകുന്ന ആലയത്തിനകത്തിരുന്നു കൊണ്ട് ഒരിക്കലും പൊളിയാത്ത, കൈകൊണ്ട് നിർമ്മിക്കാത്ത ആലയം പണിയായിരുന്നു. സമ്മതിച്ചു. അവർ പഴയതിനെ സാധൂകരിക്കുകയായിരുന്നില്ല. പുതിയതിന്റെ വെളിച്ചത്തിൽ അവർ അതിലേക്ക്, ആ വെളിച്ചം കൊണ്ട് പഴയതിലേക്ക് അവർ നുഴഞ്ഞു കയറുകയായിരുന്നു. എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ അന്ധകാരം നിറഞ്ഞ ആ വ്യവസ്ഥിതിയിലേക്ക് സുവിശേഷത്തിന്റെ വെള്ളി വെളിച്ചവുമായി അവർ നുഴഞ്ഞു കയറി, കഴിയുമെങ്കിൽ ചിലരെ രക്ഷയിലേക്ക് കൊണ്ടുവരേണ്ടതിന്, തീയിൽ നിന്ന് വലിച്ചെടുക്കേണ്ടതിന്, എന്തു പറഞ്ഞേ, ദൈവത്താൽ ന്യായം വിധിക്കപ്പെട്ട സിസ്റ്റത്തിനകത്ത് ക്രിസ്തുയേശുവിന്റെ സാക്ഷികളായി മാറുകയായിരുന്നു. പ്രവൃത്തിയുടെ പുസ്തകം 3-ാം അധ്യായത്തിന് 1-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്, പത്രോസും യോഹന്നാനും പ്രാർത്ഥനാ സമയത്ത് ദേവാലയത്തിലേക്ക് പോയി. സ്റ്റിൽ they are using that particular place for their praying location. 9-ാം മണി നേരത്ത് പ്രാർത്ഥനാലയത്തിലേക്ക് പോകും. പുനരുത്ഥാനത്തിന് ശേഷവും പത്രോസും യോഹന്നാനും യഹൂദ പ്രാർത്ഥനാ സമയങ്ങളിൽ താളം തെറ്റാതെ, സമയം തെറ്റാതെ തുടർന്നു. അപ്പൊ 9-ാം മണി പ്രാർത്ഥനാ സമയം, ആ ടൈം അവർ മാറ്റിയിട്ടില്ല. ഈവൻ ദോ ദേ ആർ ദ ന്യൂ കവനന്റ് apostles, but they were keeping the time and the punctuality of the temple. അപ്പോസ്തലന്മാർ യഹൂദ ജീവിതത്തിൽ നിന്നും ആരാധനയിൽ നിന്നും തൽക്ഷണം വേർപിരിഞ്ഞിട്ടില്ലെന്ന് ഇത് കാണിക്കും. എന്നർത്ഥം ആ ജൂയിഷ് കൾച്ചറിൽ നിന്ന് അവർ മാറിയിട്ടില്ല പൂർണ്ണമായിട്ട്. അതിൽ തന്നെ പഴയ ചട്ടക്കൂടിനുള്ളിൽ നിന്ന് യേശുക്രിസ്തുവിന്റെ സകലത നിവൃത്തിയായി എന്ന് അവർ പ്രഖ്യാപിക്കുകയായിരുന്നു. അവരുടെ ദൗത്യം യഹൂദ മതത്തിനെതിരായ വിപ്ലവമായിരുന്നില്ല, അല്ലെങ്കിൽ മതത്തിനെതിരെ യുദ്ധം ചെയ്യുകയായിരുന്നു. ക്രിസ്തുവിനാൽ വാഗ്ദത്തങ്ങൾ നിറവേറ്റപ്പെട്ടു എന്ന്
ഇസ്രായേലിനെ വെളിപ്പെടുത്തുകയായിരുന്നു. വിപ്ലവമായിരുന്നില്ല, വെളിപ്പെടുത്തലുകളായിരുന്നു. അവിടെ കലക്കം ഉണ്ടാക്കാനല്ല പോയത്. ക്രിസ്തുവേശയിലൂടെ ലഭ്യമാകേണ്ട എല്ലാ വാഗ്ദത്തവും നിവർത്തിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുവാനാണ് അവർ പോയത്. മൂന്നാമത്തെ കാര്യം, പ്രവർത്തിയുടെ പുസ്തകം 21 അധ്യായത്തിൽ 26 വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് നസ്രയന്റെ വ്രതം, ഞാൻ അതിനെ ഇംഗ്ലീഷ് നസ്രൈറ്റ് വാവ് എന്ന്, അതിന്റെ 21 അധ്യായത്തിന്റെ 26 വാക്യം. അങ്ങനെ പൗലോസ് ആ പുരുഷന്മാരെ കൂട്ടിക്കൊണ്ട് പിറ്റേന്നാൾ അവരോടുകൂടെ തന്നെ ശുദ്ധി വരുത്തി ദേവാലയത്തിൽ ചെന്ന് അവരിൽ ഓരോരുത്തരും വേണ്ടി വഴിപാട് കഴിക്കുകയും ശുദ്ധീകരണം തികഞ്ഞെന്ന് ബോധിപ്പിച്ചു എന്ന് പറഞ്ഞതിന്റെ മുകളിൽ 4 പുരുഷന്മാർ അവിടെയുണ്ട്. അവര് തല മുണ്ടനം ചെയ്യണം. ഇത് ആക്ച്വലി നസിർ വാവാണ്. ഈ നാസിർ വാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, മുടി വെട്ടാൻ പാടില്ല, ഈഞ്ഞു കുടിക്കാൻ പാടില്ല, ശവത്തെ തൊടാൻ പാടില്ല, ഇങ്ങനെയുള്ള കുറെ നിബന്ധനകളുള്ള ഒരു നേർച്ചയായിരുന്നു. ആ നേർച്ച അനുഷ്ഠിച്ചിരുന്ന 4 പുരുഷന്മാർക്ക് വേണ്ടി യാഗമർപ്പിക്കാൻ വേണ്ടി ഇവൻ തന്നെ ഈ നേർച്ചയുടെ കാലം കഴിയുമ്പോൾ ഇവരുടെ മുടി ക്ഷൗരം ചെയ്യുകയും ആ മുടി തീയിലിട്ട് കത്തിച്ചു കളയും, അവിടെ മൃഗബലി നടത്തുകയും ചെയ്യണം. ഈ 4 പുരുഷന്മാർക്ക് വേണ്ടി മൃഗബലി നടത്തുവാൻ പൗലോസ് സന്നദ്ധനായി. യേശുവാണ് ഏകയാഗം, യേശുവാണ് പരമയാഗം എന്ന് കൃത്യമായ നിലയിൽ പ്രസംഗിക്കുന്ന തെളിയിക്കുന്ന അപ്പോസ്തലൻ ദേവാലയത്തിനകത്ത് അപ്പോസ്തലപ്രവൃത്തി 21-26 വന്ന് നാസർവദക്കാർക്ക് വേണ്ടി ബലിമൃഗത്തെ അറക്കുന്ന അവസ്ഥയിലേക്ക് വരും. നിങ്ങൾ നോക്കിയ ആ മഹത്വം, നിങ്ങൾ നോക്കിയ അതിന്റെ അർത്ഥം എന്താ? ഒരു കൺഫ്യൂഷൻ കൊണ്ടുവരുന്നില്ല. There's no confusion because they were living in the transition period. ശുദ്ധീകരണ ചടങ്ങിൽ പങ്കെടുക്കുന്നു. പഴയ നിയമപ്രകാരമുള്ള ആചാരം, സംഖ്യാപുസ്തകം 6 അധ്യായത്തിൽ ആചാരത്തിൽ പങ്കെടുക്കുന്നു. അവരെ കൂട്ടിക്കൊണ്ടുപോയി ശുദ്ധീകരണം തികയോളം അവർക്ക് വേണ്ടി വഴിപാടുകൾ അർപ്പിക്കുന്നു. എന്തിനാണ് പൗലോസ് അങ്ങനെ ഒരു കാര്യം ചെയ്തത്? അദ്ദേഹം യെരൂശലേമിലായിരുന്നു. അവിടെ വിശ്വസിച്ചിരുന്ന യഹൂദന്മാർ ന്യായപ്രമാണത്തിൽ തീഷ്ണതയുള്ളവരായിരുന്നു. പ്രവർത്തിയുടെ പുസ്തകം 21-20 കാണുന്നു. താൻ യഹൂദനല്ലെന്നും യഹൂദ വിരുദ്ധനല്ലെന്നും ക്രിസ്തുവിന്റെ ന്യായപ്രമാണത്തിന്റെ പൂർത്തീകരണം പ്രസംഗിക്കുമ്പോൾ പോലും ജനങ്ങൾക്ക് വേണ്ടി ന്യായപ്രമാണത്തെ ബഹുമാനിക്കുന്നവനെന്നും അദ്ദേഹം പ്രകടിപ്പിക്കുക. നമ്മുടെ പൗലോസിന്റെ ഭാഷ പറഞ്ഞാൽ യഹൂദനെ നേടേണ്ടതിന് യഹൂദനാകുന്ന ഒരു തന്ത്രം. യേശു ക്രിസ്തുവിന്റെ മാർഗത്തിനും പരമ്പരാഗത യഹൂദ മതത്തിനും ഇടയിലുള്ള സംഘർഷങ്ങൾ തിളച്ചുമറിയുന്ന ഒരു കാലഘട്ടത്തിൽ, ഒരു സമയത്ത് സമാധാനത്തിന്റെയും സാക്ഷ്യത്തിന്റെയും തന്ത്രപരമായ പ്രവൃത്തിയായിരുന്നു. Hope you got it. 4ാമത്തെ കാര്യം, തിമത്യോസിനെ പരിച്ഛേദന ഏൽപ്പിക്കുന്നു. പ്രവൃത്തിയുടെ പുസ്തകം 16 അധ്യായത്തിന്റെ 3 വാക്യത്തിൽ പൗലോസ് തിമത്യോസിനെ പരിച്ഛേദന ഏൽപ്പിക്കുന്നു. രക്ഷയ്ക്കത് ആവശ്യമായത് കൊണ്ടല്ല. നമുക്കറിയാം, ന്യായപ്രമാണത്തിൽ അനുസരിച്ചാൽ രക്ഷപ്പെടൂ എന്ന് പഠിപ്പിക്കുന്നവർ അവിടെയുണ്ട്, പരിച്ഛേദനയേക്കണമെന്ന് പഠിപ്പിക്കുന്നവർ അവിടെയുണ്ട്. ഗലാത്യ സഭയ്ക്ക് അങ്ങനെ ഒരു പ്രശ്നത്തിൽ പോയി. എന്നാൽ രക്ഷിക്കപ്പെടാൻ വേണ്ടിയല്ല തിമത്യോസിനെ പരിച്ഛേദന ഏൽപ്പിച്ചത്, മറിച്ചത് ഗലാത്യറിൽ അദ്ദേഹം അത് ശക്തമായി പറയുന്നുണ്ട്, പരിച്ഛേദന കൊണ്ട് രക്ഷയില്ല. മറിച്ച് ആ പ്രദേശത്ത് താമസിച്ച യഹൂദന്മാർ നിമിത്തം തിമത്യോസിനെ തന്നോടൊപ്പം കൊണ്ടുപോകാൻ പൗലോസ് ആഗ്രഹിച്ചു. ആ സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്ന യഹൂദന്മാർ നിമിത്തം അവനെ കൂട്ടിക്കൊണ്ടുപോയി പരിച്ഛേദന കഴിപ്പിച്ചു. 16 അധ്യായം 3 വാക്യം. ഇതൊരു മിഷന്റെ നീക്കമായിരുന്നു. ദൈവശാസ്ത്രപരമായ വിട്ടുവീഴ്ചയല്ല. ചിലരെ നേടേണ്ടതിന് പൗലോസ് എല്ലാവർക്കും എല്ലാമായി മാറുകയായിരുന്നു. തിമത്യോസിന്റെ പരിച്ഛേദന ന്യായപ്രമാണത്തിലേക്കുള്ള തിരിച്ചുവരവല്ല, മറിച്ച് ക്രിസ്തുവിന്റെ സന്ദേശം കേൾക്കാൻ കഴിയുന്ന തരത്തിൽ ഇടർച്ച നീക്കം ചെയ്യേണ്ടതിനുള്ള തന്ത്രപരമായ തെരഞ്ഞെടുപ്പാണ്. ഒരു വാക്കോടെ പറഞ്ഞ AD 70 ദേവാലയത്തിന്റെ നാശം വരെ ന്യായപ്രമാണം പൂർണ്ണമായി നീക്കം ചെയ്യപ്പെട്ടിട്ടില്ല. അത് പഴയ ഉടമ്പടി വ്യവസ്ഥയുടെ ദൃശ്യവും മാറ്റാനാവത്തതുമായ അന്ത്യം കുറിച്ചു. അതുവരെ വിശ്വാസികൾ സൂക്ഷ്മവും ദൈവത്തെ നിയുക്തമായ ഒരു പരിവർത്തനത്തിലൂടെ സഞ്ചരിച്ചു. എ ടൈം ഓഫ് ട്രാൻസിഷൻ. പഴയ ഉടമ്പടി കാലഹരണപ്പെട്ടതും പഴകിയതുമാണെന്ന് പൗലോസ് മനസ്സിലാക്കിയിരുന്നതായി അദ്ദേഹത്തിന്റെ ലേഖനങ്ങൾ കാണിക്കുന്നു. എബ്രായ ലേഖനം 8 അധ്യായത്തിന്റെ 10. എന്നാൽ ഈ ഓവർലാപ്പിന് ഇപ്പോഴും ജ്ഞാനം, സംവാദക്ഷമത, ആത്മാവിന്റെ മാർഗനിർദ്ദേശം എന്നിവ ആവശ്യമുള്ള അവസാന തലമുറയിലാണ് അദ്ദേഹം ജീവിച്ചത്. ഒരു കാര്യം ഞാൻ പറയാം, അവരെത്ര ബുദ്ധിയോടാണ് അത് ചെയ്തെങ്കിൽ അതേ ആത്മബുദ്ധിയോടുകൂടി, ആത്മനിറവോടുകൂടെ മാത്രമേ അവരെഴുതിയ ലേഖനങ്ങളും അവർ ചെയ്ത പ്രവൃത്തികളെയും നമുക്ക് വിശദീകരിക്കാൻ കഴിയുകയുള്ളൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എന്തുകൊണ്ടാണ്
പൗലോസ് അത് ചെയ്തെന്ന് വെച്ചാൽ ഒറ്റ വാക്കിലർത്ഥം AD 70 വരെ ന്യായപ്രമാണം നീക്കം വന്നിരുന്നില്ല. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ പ്ലീസ് ഷെയർ. ഒരു ദൈവദാസന് കഴിയുമെങ്കിൽ ഒരു ദൈവദാസന് ഷെയർ ചെയ്യണം. അത് അദ്ദേഹത്തെ വേദപുസ്തകത്തിന്റെ സത്യത്തിലേക്ക് നടത്തും, വചനത്തെ മനസ്സിലാക്കാൻ കണ്ണു തുറക്കും. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ.